15-ാം നൂറ്റാണ്ടിൽ നേപ്പിൾസിനു സമീപം കലാബ്രിയായിൽ പൗള എന്ന നഗരത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് ഭൂജാതനായ വിശുദ്ധ ഫ്രാൻസിസ്കൻ സഭയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടനായി പ്രായശ്ചിത്തവും ഏകാന്തതയും ജീവിതശൈലിയാക്കി ഒരു പർണശാലയിൽ ഏകാന്തതയിൽ താമസമാരംഭിച്ചു. പലക ശയ്യയാക്കിയും പാറക്കല്ല് തലയണയാക്കിയും കഠിന തപോചര്യമനുഷ്ഠിച്ച അദ്ദേഹത്തോടൊപ്പം മറ്റു യുവാക്കളും ചേരുകയും ഏറ്റവും എളിയവരുടെ സഭ സ്ഥാപിതമാകുകയും ചെയ്തു. പ്രായശ്ചിത്തത്തിനും പരസ്നേഹത്തിനും എളിമയ്ക്കും മുൻതൂക്കം നൽകിയ ഫ്രാൻസിസ് മാംസവും മത്സ്യവും മുട്ടയും പാലുൽപ്പന്നങ്ങളും വർജിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ഫ്രാൻസിലെ 11-ാം ലൂയി രാജാവിനെ മരണത്തിനൊരുക്കിയ അദ്ദേഹം പരിപൂർണ ഏകാന്തതയിൽ നിത്യതയെ ധ്യാനിച്ച് ജീവിതത്തിൻ്റെ അവസാന 3 മാസം ചെലവഴിക്കുകയും 91-ാം വയസ്സിൽ 1508 ഏപ്രിൽ 2-ന് ദുഃഖവെള്ളിയാഴ്ച ഭാഗ്യമരണം പ്രാപിച്ചു.